നരേന്ദ്രമോദി പച്ചക്കള്ളം ആവർത്തിച്ച് പറയുന്ന പ്രധാനമന്ത്രിയെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പക്കലുള്ള കള്ളപ്പണം കണ്ടെത്തി ഓരോ പൗരന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 15 ലക്ഷം രൂപ ലഭിച്ചുവോ എന്ന് ഖാർഗെ ചോദിച്ചു. ഇല്ല എന്ന് സദസ്സിലുള്ളവർ ഒറ്റക്കെട്ടായി മറുപടി പറഞ്ഞു. ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. നടന്നില്ലെന്ന് മാത്രമല്ല, തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇരട്ടിയായത് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ ദുരിതമാണ്. ഇങ്ങനെ എണ്ണമറ്റ കള്ളങ്ങൾ പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരാണ് മോദിയുടേത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെങ്ങന്നൂരിൽ പ്രസംഗിക്കുകയായിരുന്നു ഖാർഗെ. രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്ന ഏകദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തങ്ങൾക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം ലഭിച്ചാൽ രാജ്യത്തെ ഭരണഘടന മാറ്റി എഴുതുമെന്നും BJP നേതാക്കൾ പറയുന്നു. ചിലയിടത്ത് മോദി പറയുന്നു തങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകരാണെന്ന്. അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് മോദിയും BJPയും. ഇന്ത്യയിൽ ജാതിക്കും ഭാഷയ്ക്കും സാമ്പത്തിക അവസ്ഥയ്ക്കും അതീതമായി ജനങ്ങളെ ഒന്നായി കാണുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏതാനും ഉറപ്പുകളുണ്ട്. ചെറുപ്പക്കാർക്ക് മികച്ച വിദ്യാഭ്യാസവും തൊഴിലും രാജ്യത്ത് ഉറപ്പാക്കും. തൊഴിലവസരങ്ങളിൽ വനിതകൾക്ക് തുല്യ പ്രാധാന്യം നൽകും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വീതം അക്കൗണ്ടിലേക്ക് നൽകും. ഭരണ സുതാര്യത ഉറപ്പാക്കും. തമിഴ്നാട് മാതൃകയിൽ സംവരണ പരിധി ഉയർത്തും. മോദിക്ക് മാധ്യമങ്ങളെയും ജനങ്ങളെയും ഭയമാണെന്നും ഖാർഗെ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളോട് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണത്തിനും വരും തലമുറകളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം കോൺഗ്രസ് ഉറപ്പാക്കും. പഞ്ചായത്ത് രാജ് സംവിധാനം, വിവരാവകാശ നിയമം, വനിതാ സംവരണം തുടങ്ങി ജനങ്ങളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനും കഴിഞ്ഞത് കോൺഗ്രസിനാണ്. കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ സർക്കാരിനെ എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് ഖാർഗെ ആശ്ചര്യം പ്രകടിപ്പിച്ചു. തകർന്ന സാമ്പത്തിക അവസ്ഥയിലും ധൂർത്ത് നടത്തുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, MM ഹസൻ, PC വിഷ്ണുനാഥ്, KC ജോസഫ്, രാജേന്ദ്ര പ്രസാദ്, M. മുരളി, ടോമി കല്ലാനി, കോശിയം കോശി, ജോസി സെബാസ്റ്റ്യൻ, KR മുരളീധരൻ, എബി കുര്യാക്കോസ്, മന്നാർ അബ്ദുൾ ലത്തീഫ്, ജേക്കബ് എബ്രഹാം, അഡ്വക്കേറ്റ് K. സണ്ണിക്കുട്ടി, ഷമീർ വള്ളിക്കുന്നം എന്നിവർ പ്രസംഗിച്ചു.